ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 788 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 23 അധ്യായം 2 തിരുവചനമാണ്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. 1957 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് സിനിമയാണ് 12 ആംഗ്രി മെൻ. അമേരിക്കയിലെ ഒരു കോടതി മുറിയാണ് സിനിമയിൽ. 18 വയസ്സുകാരനായ ആൺകുട്ടി അപ്പനെ കുത്തിക്കൊന്നു. 12 ജൂറി മെമ്പർമാരും ഒരു ജഡ്ജിയുമുണ്ട്. ഈ കുട്ടി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ആവശ്യം. പ്രാഥമികമായ വോട്ടെടുപ്പിൽ ഒരു ജൂറി, അതായത് 8ാം നമ്പർ ജൂറി ഒഴികെ ബാക്കി 11 പേരും കുട്ടി കുറ്റക്കാരനാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഐകകണ്ഠേനയല്ലാത്ത ഒരു തീരുമാനവും ഒരു വിധിയും അംഗീകരിക്കപ്പെടുകയില്ല. ആയതുകൊണ്ട് തന്നെ കേസ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതായി വന്നു. ഏകാഗിയായ ഈ ജൂറി മെമ്പർ, അതായത് 8ാം നമ്പർ ജൂറി മെമ്പർ, സാക്ഷ്യപത്രത്തിലെ പൊരുത്തക്കേടുകളൊക്കെയും ചൂണ്ടിക്കാണിച്ചു. ആദ്യമൊക്കെ ഈ 8ാം നമ്പർ ജൂറിയെ പരിഹസിച്ചിരുന്നവർ പിന്നീട് വന്നതായ വോട്ടെടുപ്പിൽ ഓരോരുത്തരായി തങ്ങളുടെ അഭിപ്രായം മാറ്റി. ഒടുവിൽ ഈ കുട്ടി കുറ്റക്കാരനല്ല എന്ന് തീരുമാനമായി. പ്രിയമുള്ളവരെ, ഒരുപാട് പേർ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിപക്ഷവും. എന്നാൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. വചനം പറയുന്നത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ന്യായം മറിച്ചു കളയുവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് എന്നൊക്കെയാണ്. പ്രിയമുള്ളവരെ, സത്യവും ന്യായവും മുറുകെ പിടിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ജീവിതത്തിൽ എന്നും സത്യവും നീതിയും മുറുകെ പിടിക്കുവാനായി എന്നെയും സഹായിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.